തമിഴ്നാട് തിരുനെൽവേലിയിൽ നിന്നുള്ള വാർത്തയാണ്. അവിടെ കാണാതായ യുവതിയെ മന്ത്രവാദിയും സഹായികളും ചേർന്ന് കൊലപ്പെടുത്തി എന്ന 8 മാസത്തിന് ശേഷം പോലീസിന്റെ കണ്ടെത്തൽ. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പരസ്യം ചെയ്ത് പ്രതികൾ നിരവധി പേരിൽ നിന്ന് പണം തട്ടി എന്നാണ് കണ്ടെത്തൽ. മുഹമ്മദ് റഹീസ് തുടരുന്നുണ്ട്. റഹീസ്, എങ്ങനെയാണ് ഈ പോലീസ് ഇതിന്റെ ചുരുളഴിച്ചത്? റഹീസ്, ഉന്മേഷ്, 8 മാസം മുമ്പ് ഒരു യുവതിയെ കാണാതാകുന്നു. അതായത് തിരുനെൽവേലി സ്വദേശി കായൽവഴിയാണ് കാണാതാകുന്നത്. അതിന് പിന്നാലെ അച്ഛൻ നൽകിയ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ ഒരു വലിയ കൊലപാതകത്തിലേക്ക്, ഒപ്പം തന്നെ വലിയൊരു തട്ടിപ്പ് സംഘത്തിനെ പിടിക്കുന്നതിലേക്കുമൊക്കെ പോലീസിനെ നയിച്ചത്. അതായത് ഈ കായൽവഴിയും ഭർത്താവും തമ്മിൽ കുറച്ചു നാളായി അകന്നു കഴിയുകയായിരുന്നു. അങ്ങനെ ഒരു കേബിൾ ടിവിയിൽ വന്ന ഒരു പരസ്യം കണ്ടിട്ടാണ് ഇവർ ഒരു മന്ത്രവാദിയെ സമീപിക്കുന്നത്. ഇയാൾ ശിവസ്വാമി എന്നാണ് ഇയാൾ പരിചയപ്പെടുത്തിയത്. യഥാർത്ഥ പേര് ശരിക്കും വ്യക്തമല്ല. അങ്ങനെ ശിവസ്വാമിയെ കാണുന്നു, കണ്ട് ഇതിന് പരിഹാര ക്രിയകളൊക്കെ നടത്തണമെന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ആദ്യഘട്ടത്തിൽ യുവതിയെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുറെ പൂജകളൊക്കെ നടത്തുന്നു. അങ്ങനെ വലിയ തുക ഇവരിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തു. അച്ഛനൊപ്പം തന്നെയാണ് ഈ മന്ത്രവാദിയെ കാണാൻ പോകുന്നത്. ശേഷം ഇയാളും സഹായികളും ഒക്കെ നിരവധി തവണ യുവതിയെ കാണാൻ വീട്ടിലേക്കൊക്കെയും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിന് ശേഷം ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല എന്ന് കണ്ട് യുവതി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഭീമമായ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാണ് ഈ മന്ത്രവാദിയും ഒപ്പം തന്നെ ഇയാളുടെ സഹായികളും ചേർന്ന് യുവതിയുടെ വീട്ടിലേക്ക് വരികയും കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. ശേഷം കാറിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ യുവതിയെക്കുറിച്ച് വിവരമില്ലാത്തതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം, അങ്ങനെ കോൾ റെക്കോർഡിങ്ങും മറ്റു ചില രേഖകളും ഒക്കെ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിലൊരു മന്ത്രവാദിയുമായി യുവതി അടുത്തിടെയായി കൂടുതൽ സമയം കണ്ടിരുന്നു. അവർ തമ്മിൽ ചില ഇടപാടുകളൊക്കെ നടത്തിയിരുന്നു, പണമിടപാടുകൾ അടക്കം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയത്. അങ്ങനെ അതിൽ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിന് പുറകെയാണ് ഈ യുവതിയുടെ ചില ശരീരഭാഗങ്ങളൊക്കെ മണിമുത്തൻകുളം കനാലിന് സമീപത്ത് നിന്ന് കണ്ടെത്തിയത്. അങ്ങനെ അതിനുശേഷം യുവതിയുടെ മാല കളഞ്ഞുപോയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ സംഘത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ മന്ത്രവാദി ഒപ്പം തന്നെ 3 സഹായികളുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. ഇവരിൽ നിന്നും ഞെട്ടിക്കുന്ന പല വിവരങ്ങളും പോലീസിന് ലഭിക്കുന്നുണ്ട്. പല സ്ത്രീകളെയും ഇത്തരത്തിൽ ഇവർ ഈ ഒരു ചതിക്കുഴിയിൽ പെടുത്തുകയും ഇവരിൽ നിന്ന് ഭീമമായ പണം വാങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെട്ടാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും വലിയൊരു സംഘത്തിന്, ഒരു കൊലപാതകത്തിനൊപ്പം ഇപ്പോഴും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഘത്തിനെ കൂടിയാണ് പോലീസിന് ഇതുവഴി കണ്ടെത്താനും പിടികൂടാനും കഴിഞ്ഞിരിക്കുന്നത്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റഹീസാണ് വിവരങ്ങൾ നൽകിയത്.